നമ്മുടെ അവൽ മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. നെയ്യ് ഒഴിച്ചിട്ട് പഞ്ചസാര ഇടാവുള്ളേ, ഇല്ലെങ്കിൽ ഇത് ഉരുകിയിട്ട് നമ്മുടെ പാനിലെല്ലാം കയറി അങ്ങ് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നെയ്യ് മസ്റ്റായിട്ട് ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങയും തൊലി കളഞ്ഞ കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടിയും കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേന് നമ്മുടെ അവലും കൂടെ ചേർത്ത് കൊടുക്കണം. അവൽ നല്ലപോലെ റോസ്റ്റ് ചെയ്യണേ. ഒരു ഒടിഞ്ഞണം, ആ അവലൊന്ന് ഒടിഞ്ഞു കിട്ടുന്ന പരുവം വരെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലപോലെ റോസ്റ്റ് ആയി കഴിയുമ്പം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ ഒരു സ്പൂൺ ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പാത്രം, അത് കൊച്ചു പിള്ളേരുടെ ചോറ് കൊണ്ടുവന്ന് തട്ടോ ഒക്കെ ആയാലും മതി, അതിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടി ഇട്ട് ഒരു ഇച്ചിരി ഒന്ന് മാറ്റി വെച്ചേക്കണേ, ലാസ്റ്റ് ഒരു പരിപാടി ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതിന് മുകളിലുള്ള സ്പ്രെഡിന് വേണ്ടിയിട്ട് ചൂടായ പാനിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് ഉടനെ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇതങ്ങ് കട്ട പിടിക്കും. അതുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. എന്നിട്ട് അതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ സ്വീറ്റൻഡോ അൺസ്വീറ്റൻഡോ ഏതായാലും കുഴപ്പമില്ല. അതിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, ഇളക്കിയെടുത്തിട്ട് അതിലോട്ട് പഞ്ചസാര, ഇപ്പം സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ആയതുകൊണ്ടാണ് ഇത്ര ഇടുന്നത്, ഇല്ലെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കണേ. ഇനിയിപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ ഈ ഞാലിപ്പൂവൻ പഴമോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് നോക്കി കുഞ്ഞാക്കി ഇടാമെങ്കിൽ ആ ഒരു ടേസ്റ്റും കൂടെ രസമായിരിക്കും. ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. ഇത്രയും അങ്ങ് കുറുകണമെന്നില്ല കേട്ടോ, ഒരു മീഡിയം ഇതിൽ എത്തിയാലും മതി. എന്നിട്ട് നമ്മുടെ ഈ ചെയ്ത് വെച്ചിട്ടുള്ള ആ അവലിൻ്റെ മുകളിലോട്ട് ഇത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പം ഇങ്ങനെ കട്ടയ്ക്കല്ലേ ഇരിക്കുന്നത്, ഇത്രയാവണമെന്നില്ല. കുറുക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി ലൂസായിട്ടും കൂടെ എടുത്താൽ മതി. എൻ്റെ ഇത് ഇച്ചിരി കൂടുതലായിട്ടുണ്ട്, പക്ഷെ ടേസ്റ്റിനൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഇച്ചിരി മാറ്റി വെക്കാൻ പറഞ്ഞില്ലേ, ആ അവൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ഇട്ട് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ അവൽ ഇങ്ങനെ ഒരു ഇച്ചിരി ക്രഞ്ചി ആയിട്ടിരിക്കും. ഒരു നല്ല സാധാരണ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് അല്ല വരുന്നത്, കുറച്ച് ക്രഞ്ചി ടൈപ്പാണ്. എന്നിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഐറ്റമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതേ കണ്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ചുമ്മാ തള്ളുന്നതല്ല കേട്ടോ, സത്യമായിട്ടും ടേസ്റ്റാണ്. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.